അസ്സലാമു അലൈക്കും. ഇത്താത്തയാണേ. നമുക്കിടയിൽ ധാരാളം ആളുകൾ ശാരീരികമായിട്ടും മാനസികമായിട്ടൊക്കെ ഏറെ പ്രയാസത്തിലാണ്, മനസ്സമാധാനം ലഭിക്കുന്നില്ല എന്ന് പറയുന്നവരുണ്ട് അല്ലേ. എങ്കിൽ ഈ മനസമാധാനം എന്നുള്ളത് നമ്മളിൽ തന്നെ ഉണ്ട്. കസ്തൂരിമാന് സുഗന്ധം തിരഞ്ഞു നടക്കുന്നത് പോലെയാണ് കേട്ടോ. നമ്മളിൽ ഉണ്ടാകുന്ന മനസമാധാനം എന്നുള്ളത് നമ്മൾ കണ്ടെത്താൻ വഴുകുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. നിസ്കാരം രണ്ട് വിധത്തിലുണ്ട് കേട്ടോ. ഒന്ന്, അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിക്കുക എന്നുള്ള രീതി. രണ്ട്, അള്ളാഹുവിനോട് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ആത്മാർത്ഥമായ റബ്ബിലേക്ക് അടുക്കുക, അതിലൂടെ കൽപ്പന അനുസരിക്കുക എന്നുള്ള ഈ രണ്ടിലും ചിന്തകൾക്കൊരു വ്യത്യാസമുണ്ട്. ഏറ്റവും നന്മ എന്നുള്ളത് നമ്മൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി അടുക്കുക, അള്ളാഹു കൽപ്പിച്ചത് എനിക്ക് തന്ന അനുഗ്രഹങ്ങൾക്ക് റബ്ബിനോട് നന്ദി പറയുക, റബ്ബിൻ്റെ കൽപ്പന ഞാൻ അനുസരിക്കുക എന്നുള്ള ആ ഒരു ചിന്തയിൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് വേണം നിസ്കരിക്കാൻ കേട്ടോ. ഈ മനസമാധാനം ഇല്ല എന്ന് പറയുന്ന ആളുകൾ ഞാൻ ഈ പറയുന്ന നിസ്കാരം അത് നിർവഹിക്കുകയും ഈ സൂറത്ത് ഓതുകയും ചെയ്താൽ ഇൻഷാ അല്ലാഹ് നല്ല മാറ്റം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ. ഫർദ് നിസ്കാരം അതിന്റെ സമയത്ത് നിർവഹിക്കുകയും സുന്നത്ത് നിസ്കാരങ്ങൾ അധികരിപ്പിക്കുകയും ചെയ്യുക. സുന്നത്ത് നിസ്കാരങ്ങളിൽ ഏറെ ശ്രേഷ്ഠമായ നമ്മുടെ മാനസികവും ശാരീരികവുമായ സന്തോഷം ലഭിക്കുന്നതിനൊക്കെ ഏറെ ഗുണം ചെയ്യുന്ന ഒരു നിസ്കാരമാണ് ളുഹ എന്ന സുന്നത്ത് നിസ്കാരം കേട്ടോ. ഈ ളുഹ നിസ്കാരം 2 റക്അത്ത് നിർവഹിക്കുകയും 2 റക്അത്തെങ്കിലും നിർവഹിക്കണം എന്നാണ്. 8 എന്നും 4 റക്അത്തായിട്ട് നിസ്കരിക്കാമെന്നും എല്ലാം ഉണ്ട്. പക്ഷെ നമ്മൾ 2 റക്അത്തെങ്കിലും നിസ്കരിച്ചുകൊണ്ട് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം 7 തവണ വല്ലുഹ സൂറത്ത് പതിവാക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നല്ല മാറ്റം നമ്മുടെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾക്കും ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്കൊക്കെ നല്ല മാറ്റം ഉണ്ടാവും എന്നുള്ളതാണ്. സ്ഥിരമായി ളുഹ നിസ്കാരം പതിവാക്കുകയും ളുഹ നിസ്കാരത്തിന് ശേഷം 7 തവണ വല്ലുഹ സൂറത്ത് ഓതുകയും ചെയ്താൽ മതി.